ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു താമര നടുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഇട്ട് തരണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് എനിക്ക് സമയമുണ്ട് വീഡിയോ ഇടാനായിട്ട്. അപ്പം ഞാൻ ഈ ചെറിയ പോട്ടാണ്, ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോട്ടാണ് എടുക്കുന്നത്, ചെറിയ പോട്ടാണ്. എനിക്ക് സ്ഥലപരിമിതി നല്ല കുറവുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ ഈ ചെറിയ ബാസ്ക്കറ്റിലാണ് ഇപ്പോൾ എല്ലാം വയ്ക്കുന്നത്. അഥവാ വയ്ക്കാനായിട്ട് തോന്നുന്നെങ്കിൽ ഇതാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ടബ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ചാണകപ്പൊടി, ഈ ഒരു ചെടി ചട്ടി ഉണ്ടല്ലോ, അതിന് ചെറിയ ചട്ടി ആയത് കാരണം ഞാൻ രണ്ട് എടുത്തിട്ടില്ല, ഒന്നര ഇത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ബാസ്ക്കറ്റ് ആയതുകൊണ്ട് ഞാൻ അത്രേ എടുക്കത്തുള്ളൂ. ഒരുപാട് ചാണകപ്പൊടി ആയാലും അത് പായലിലേക്ക് വന്ന് ഇതാവും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അതായത് നല്ല ചാണകപ്പൊടിയാണ്, ഉണങ്ങിയ ചാണകപ്പൊടിയാണ്. അതത്രയും അങ്ങനെ ഇട്ടതിന് ശേഷം ഞാൻ ഇടുമ്പം തന്നെ ഡാപ്പ് കൂടെ ഇടാറുണ്ട്. ഇപ്പം എല്ലുപൊടി എനിക്ക് സ്റ്റോക്കില്ല, ആ എല്ലുപൊടി ഇട്ടിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ എല്ലുപൊടിയും ഇടാം. പിന്നെ ഈ ഡാപ്പ് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കും. ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകുന്ന മണ്ണ് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. മണ്ണെടുക്കാം. മണ്ണിങ്ങനെ നമ്മുടെ പറമ്പിലെ മണ്ണ് മതി. പക്ഷേ കല്ലൊന്നും ഇല്ലാതെ എടുത്ത് ഇതുപോലെ ടബിൻ്റെ മുക്കാൽ ഭാഗത്തോളം മിക്സ് ചെയ്യുക. ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എല്ലാം ഒരു കൈ കൊണ്ട് ചെയ്തത് കൊണ്ടാണ് ആ ഡിലേ വരുന്നത്. അതിൽ അപ്പോൾ ഇത്രയും ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കല്ലെല്ലാം മാറ്റി കൊടുക്കുക. ഉണ്ടെങ്കിൽ മാറ്റിക്കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ട്യൂബലെടുത്തിട്ട് ഞാനിപ്പം എൻ്റെ കയ്യിൽ ഐഡിയ അറിയാത്ത ഈ ഒരു ട്യൂബറാണ് ഇരിക്കുന്നത്. എനിക്ക് തോന്നി അതങ്ങനെ വയ്ക്കണമെന്ന്. ഏതാണ് ഐഡിയ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒരെണ്ണം നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ട്യൂബറാണ്, ഇങ്ങനെയാണ് നടേണ്ടത്. അപ്പം താമര എപ്പോഴും വയ്ക്കുമ്പോഴും സൈഡിലാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്യൂബറിൻ്റെ സൈസിന് ഞാൻ ചെറിയൊരു ചാല് പോലെ എടുത്ത് കൊടുക്കാം. ഇങ്ങനെ എടുക്കുക. സൈഡിലാണ് എടുക്കേണ്ടത്, ഒരുപാട് കുഴിഞ്ഞു പോകണ്ട. ഇങ്ങനെ എടുത്തു കഴിഞ്ഞ ശേഷം ഈ ട്യൂബർ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വച്ചിട്ട് ഇവിടെയും മണ്ണിങ്ങനെ വച്ച് കൊടുക്കുക. പിന്നെ ഗ്രോത്ത് ടിപ്പൊക്കെ മേളിൽ വരത്തക്ക വിധത്തിൽ ഇങ്ങനെ വച്ച് ഞാനിങ്ങനെയാണ് വയ്ക്കുന്നത്. വേറെ എല്ലാവരും ഇങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് അറിയില്ല. ഞാൻ നട്ടേക്കുന്നതെല്ലാം ഇങ്ങനെ വച്ചേക്കുന്നത്. എനിക്ക് ഫ്ലവറും കിട്ടുന്നുണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് നല്ലവണ്ണം അമർത്തി കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് മഴയെല്ലാം ഉള്ള സമയമാണ്. മഴയൊക്കെ പെയ്ത് നമ്മുടെ ട്യൂബർ ഇങ്ങനെ പൊന്തി വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഇങ്ങനെ ഫോഴ്സ് കുറച്ച് ഒരു ഇലയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഫോഴ്സ് കുറച്ച് വേണം ഒഴിക്കാനായിട്ട്. കല്ല് ഞാൻ വച്ചിരുന്നത് അത് ഓസ് ഇങ്ങനെ മാറിപ്പോവാതിരിക്കാനാണ്. ഞാൻ മുകളിലാണ് എല്ലാം ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ താഴെ വെച്ചതാണ്. അതുകൊണ്ട് ഓസിൻ്റെ ഉപയോഗം കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ വെള്ളം കോരി ഒഴിക്കുകയാണ് ചെയ്യുന്നത് പതുക്കെ. അപ്പോൾ ഇങ്ങനെ സ്ലോയിൽ വെള്ളം ഒഴിച്ച് നിറച്ച് ആ പ്ലാന്റ് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ നമുക്ക് ആക്കി വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതങ്ങ്
വളർന്നോളും. പിന്നെ നമുക്ക് കൂത്താടിയോ ഒന്നും വരാതിരിക്കാൻ നമ്മൾ കുറച്ച് അസോള, ഇപ്പോൾ ആദ്യം 2-3 അസോള ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് പ്ലാന്റ് വളർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതേ രീതിക്ക് എല്ലുപൊടി ഉണ്ടെങ്കിൽ എല്ലുപൊടി ഇടാം. എനിക്കിപ്പോൾ അത് സ്റ്റോക്കില്ല. ഞാനിപ്പോൾ എല്ലുപൊടിയൊന്നും ഇല്ലെങ്കിലും ഞാൻ വെറും മണ്ണിലാണെങ്കിൽ പോലും ഞാൻ പ്ലാന്റ് അങ്ങ് നട്ട് വയ്ക്കും. നമുക്ക് എപ്പോഴെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ, വളം നമുക്ക് എപ്പോൾ വേണോ കൊടുക്കാം. അതുകൊണ്ട് ഇതിങ്ങനെ ഞാൻ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്താൽ മതി. എൻ്റെ പ്ലാന്റൊന്നും അങ്ങനെ നശിച്ചൊന്നും പോയിട്ടില്ല. പിന്നെ ഈ നല്ല കടുത്ത മഴ വരുന്ന ടൈമിൽ കുറച്ചൊക്കെ അങ്ങ് കേടായിപ്പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പ്ലാന്റിൻ്റെ ലീഫെല്ലാം മുങ്ങിക്കിടക്കത്തക്ക വിധത്തിൽ വെള്ളം ആക്കി വയ്ക്കുക, അത്രയേ വേണ്ടൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.